ഞങ്ങളിപ്പോ പോകുന്നത് ദാണ്ടെ ആ മരം കണ്ടോ? ആ മരം നിറയെ കണിക്കൊന്ന കേട്ടോ. ആ കണിക്കൊന്ന പിച്ചാനായിട്ട് നാളെ കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വർഷവും ഞങ്ങള് ഈ കണിക്കൊന്നേന്ന് തന്നെ കേട്ടോ പിച്ചാറ്. ഈ വർഷവും നന്നായിട്ട് പൂത്തിട്ടുണ്ടത്. എന്തായാലും ഞങ്ങള് അങ്ങോട്ട് പോയി ആ കണിക്കൊന്നയൊക്കെ പിച്ചണോന്ന് വിചാരിച്ച് പോവാ. പക്ഷേ ഒരു പ്രശ്നംന്ന് പറഞ്ഞാൽ ഞങ്ങള് കൊണ്ടുവന്ന് തോട്ടി വെച്ച് ഞങ്ങള് പിച്ചുമ്പോ സാധാരണ വളരെ കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ. ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോകും. എന്തായാലും ഇപ്രാവശ്യം ഞങ്ങള് ചെന്നപ്പോ വളരെ സന്തോഷായി കേട്ടോ. ആ കണിക്കൊന്നയില് കുറേ കമ്പുകൾ ഒടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ പൂവ് അതീന്ന് കിട്ടും കേട്ടോ. അത് കണ്ട ഉടനെ പിന്നെ ഞങ്ങളവിടെ നിൽക്കാനും നിന്നില്ല. അങ്ങോട്ടെടുത്ത് ചാടി ആ പൂക്കള് മൊത്തം പറിച്ച്. എനിക്കാണെങ്കി പിന്നെ ഈ കണിക്കൊന്നയുടെ പൂവ് ഭയങ്കര ഇഷ്ടാ. അത് എത്ര കിട്ടിയാലും ഭയങ്കര സന്തോഷാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ആ കിടന്നിരുന്ന ആ കൊമ്പിലെ എല്ലാ പൂവും പറിച്ചെടുത്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് അവന്മാര് പറയുന്നുണ്ട്, "അമ്മ ഇത് കുറച്ച് പറിച്ചാ മതി. ബാക്കി എല്ലാവർക്കും വേണ്ടേന്നൊക്കെ." പിന്നെയും ഞാനും വിചാരിച്ച് കഷ്ടമല്ലേ, ബാക്കി എല്ലാരും ഇതേപോലെ കഷ്ടപ്പെട്ട് പറിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പകുതിക്ക് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിർത്താം എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് കണിക്കൊന്ന കിട്ടി കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം കിട്ടുന്നെ. അതുകൊണ്ട് നോക്ക് ഒരുപാട് ഇത്രയൊക്കെ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഇത്രയും കിട്ടത്തില്ല. അത്രമാത്രം ഒരുപാട് നമുക്ക് കിട്ടി. ഞങ്ങക്ക് 3 പേർക്കും ഭയങ്കര സന്തോഷായി കേട്ടോ. ഞങ്ങക്ക് ആദ്യമായിട്ടാ ഇത്രയും കണിക്കൊന്ന കിട്ടുന്നെ. എന്തോ വീഡിയോ എടുക്കുന്നോണ്ടാണോ എന്തോ. ഈ കണിക്കൊന്ന മാത്രം പോരല്ലോ നമുക്ക് കണി വെക്കാൻ. അതുകൊണ്ട് ബാക്കി സാധനങ്ങളും ഒക്കെ വേണം. ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ സാധനം വാങ്ങിച്ച് കണി ഒരുക്കുന്നൊരു കാര്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ഇവിടെ തന്നെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കിട്ടും. ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങള് ഇവിടുന്ന് തന്നെ എല്ലാം ഒപ്പിക്കാറ്. ചക്കയും മാങ്ങയും എല്ലാം. അങ്ങനെ ഞങ്ങളിപ്പം ചക്ക വെച്ചാന്ന് വിചാരിച്ച്. ഞങ്ങടെ അപ്പുറത്തെ തൊട്ട് കുറച്ച് അപ്പുറത്ത് മാറി വസ്തുവിൽ ഒരു പ്ലാവുണ്ട്. അപ്പൊ ആ പ്ലാവില് ചക്ക പിടിച്ച് നിപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ നല്ല ഉറുമ്പുണ്ട്. മാത്രമല്ല ഈ ചക്ക ഇച്ചിരി കുറച്ചുകൂടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പിച്ചാൻ പറ്റുന്ന അത്ര ഹൈറ്റിലല്ല നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങളത് ചക്ക പിച്ചാൻ വേണ്ടിയിട്ട് നോക്കി കേട്ടോ. ഞാന് എൻ്റെ മോനെ ഉയർത്തിയൊക്കെ നോക്കി പിച്ചാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ നടക്കുന്ന കാര്യമല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ആ ശ്രമം ഞങ്ങള് പകുതി വഴിക്ക് അങ്ങ് ഉപേക്ഷിച്ച്. പിന്നെ ഞങ്ങടെ തൊട്ടിപ്പുറത്തായിട്ട് കപ്പയൊക്കെ നിപ്പുണ്ട്. അപ്പൊ എന്നാ കപ്പയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നോക്കാം എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങള് കപ്പ പറിക്കാനായിട്ട് പോയി. കപ്പ ഏകദേശം ചെറിയ കപ്പയാ. അപ്പൊ നമുക്ക് പിച്ചാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന കപ്പയാ. അപ്പം ഞങ്ങളതില് ഒരെണ്ണം നോക്കി സെലക്ട് ചെയ്ത് പിച്ചി. ഏകദേശം വിളഞ്ഞ ഒരെണ്ണം കേട്ടോ. നമുക്ക് പിന്നെ ആയാലും പഴുപ്പിച്ചൊക്കെ എടുക്കാലോന്ന് വിചാരിച്ച്. പിന്നെ പക്ഷേ മറ്റേ ആൾക്ക് ഒരെണ്ണവും കൂടി വേണം എന്ന് നിർബന്ധമായിരുന്നു. പിന്നെ ഞങ്ങളത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു കണിക്ക് ഒരെണ്ണയൊക്കെ വെക്കുള്ളൂടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അവനെ പിന്തിരിപ്പിച്ച്. ചക്ക വേറെ ഒരു സ്ഥലത്തായിട്ട് നിൽപ്പുണ്ട്. പ്ലാവില് കുറച്ച് ചക്കയുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവന്മാരെ ഒന്നും വിളിച്ചില്ല. ഒറ്റയ്ക്ക് പോയതാ കേട്ടോ. നല്ല കാട് പോലൊക്കെ കിടക്കും. അപ്പോൾ അവന്മാരെ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ തന്നെ ഞങ്ങൾ എല്ലാ വർഷവും വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലൊരു ആഘോഷമായിട്ടൊന്നുമല്ല. പിന്നെ ഇതേപോലെ എല്ലാ സാധനങ്ങളും അവിടുന്നും ഇവിടുന്നും ഒക്കെ ഒപ്പിച്ചൊക്കെ വിഷു ഒരുക്കും. അത് നമുക്കൊരു സന്തോഷമല്ലേ. കുട്ടികൾക്കായാലും എപ്പോഴും ആയാലും ഓർത്ത് വെക്കാനൊക്കെ ഉള്ളൊരു അവസരമാവും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എവിടുന്നെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കിയൊക്കെയാണ് വിഷു ഒരുക്കാറ്. ഈ പ്ലാവുണ്ട്. ഈ പ്ലാവില് ചക്ക നിപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി വലിയ ചക്കയാ. പിന്നെ അടുത്ത് പോയി ഞാൻ ചെന്നപ്പം ഒരു ഏകദേശം നമുക്ക് കണി വെക്കാൻ പരുവത്തിനുള്ള ഒരു കൊച്ചു ചക്ക നിപ്പുണ്ട്. അപ്പം എന്നാ അത് എടുക്കാന്ന് വിചാരിച്ച്. അങ്ങനെ എടുത്ത് തിരികെ വീട്ടിലിട്ട് വന്നു. ഇത് കണ്ടോ? ഇത് തണ്ണിമത്തൻ്റെ തൈയാ കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ കൃഷിഭവനിൽ നിന്നോ എവിടുന്നേലും വാങ്ങിച്ചതാന്ന്. അങ്ങനൊന്നും അല്ലേ. ഇത് കിട്ടിയ ത്തിന് കുറേ ആനകളെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആനപ്പിണ്ടത്തിൽ കുറേ തൈകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എടുത്തതാ. അങ്ങനെ ഞങ്ങൾ വിഷുവിന് കണ്ണനെ ഒരുക്കി കേട്ടോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ ഒരുക്കി റെഡിയാക്കി. കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് സാധാരണ പോലെ വിഷു ഒരുക്കി. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഞങ്ങൾ ചെയ്യാറ്. അങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചൊന്നും ചെയ്യാറില്ല.
എന്തായാലും പക്ഷേ ഈ എല്ലാ പ്രാവശ്യവും ഞങ്ങള് ചെറിയ രീതിയിലൊക്കെ സദ്യയൊക്കെ ഒരുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഒരുക്കുന്നില്ല. കാര്യം ഒരു കല്യാണമുണ്ട് രാവിലെ. അപ്പൊ പിന്നെ ഒരുക്കാൻ പറ്റത്തില്ല. അവന്മാരെ വിളിച്ചില്ല കണി കാണാനായിട്ട്. കുറച്ചുകൂടി താമസിക്കും. കാര്യം അവന്മാര് ഇവിടെ വിഷു കണിയൊക്കെ ഒരുക്കിയിട്ടൊക്കെ കിടക്കാൻ ഒത്തിരി താമസിച്ച്. അതുകൊണ്ട് കുറച്ച് കൂടെ ലേറ്റായിട്ട് വിളിക്കാന്ന് വെച്ച്. അങ്ങനെ അവന്മാര് റെഡിയായി വന്ന് വിഷു കണിയൊക്കെ കണ്ട് അവര് ഹാപ്പിയായേ. അങ്ങനെ അവർക്ക് വിഷു ആവുമ്പം കൈനീട്ടം വേണമെന്ന് നിർബന്ധം. അങ്ങനെ പിന്നെ ഞങ്ങള് കൈനീട്ടം ഒരുക്കി വെക്കാറുണ്ട്. അങ്ങനെ അവരത് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് അവര് ഹാപ്പിയാവും അന്നത്തെ ദിവസം. അവരുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കൊണ്ടുവന്ന് കൈനീട്ടം കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വിഷു ഏകദേശം കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഹാപ്പി